സുഗമദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശത്രുക്കൾ പേടികൊണ്ട് മുട്ട് വിറയ്ക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കുരുവിളയുടെയും ഇസബല്ലയുടെയും കെവിൻ്റെയും പ്ലാൻ അനുസരിച്ച് അരുന്ധതി ചന്ദ്രോത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇനിയിപ്പോൾ നന്ദന ചന്ദ്രോത്ത് തന്നെ എവിടെയെങ്കിലും മുറിയിൽ താമസിപ്പിച്ചിട്ട് നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് ചന്ദ്രോത്തുള്ളവർ നാടകം കളിക്കണേന്നും പറഞ്ഞ് അങ്ങനെ അരുന്ധതി വന്നതും പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പം എൻ്റെ മകനെ കാണാനില്ല, ഞാൻ അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ഉവ്വ ഇതെല്ലാം നിൻ്റെ അഭിനയമാണെന്ന് എനിക്കറിയാം, എന്തായാലും നന്ദനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവനെ മാറ്റി നിർത്തിയേക്കല്ലേ എന്ന് ചോദിക്കുമ്പം ഈ പ്രഭാവതി പറയുന്നുണ്ട്, ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തന്നെ നിന്നതാ, എന്തായാലും നന്ദനെ കാണാണ്ടായി, അതിൻ്റെ വിഷമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കണേ, ഞങ്ങൾ നന്ദന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്, നീ അവനെ തട്ടിക്കൊണ്ടു പോയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, എന്നിട്ട് നീ അത് ഞങ്ങൾ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്ന് ഈ നാടകം കളിക്കണേന്ന് ചോദിക്കുമ്പോൾ നിർത്ത് പ്രഭാവതി, എനിക്കറിയാം നിൻ്റെ അഭിനയമൊക്കെ, നീ ഒരു കൊലയാളിയല്ലേ, ആ ലീനയെ നീ കൊന്നു, അതുപോലെ തന്നെ എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയതാ, അതുപോലെയുള്ള നിനക്ക് ഒരു കൊലയാളിയെ ഒളിപ്പിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്തായാലും നിങ്ങളും ആ ജഡ്ജും ചേർന്ന് എന്നെ പൊട്ടിയാക്കുമായിരുന്നു, അവിടെ വന്നിട്ട് ജഡ്ജി പറഞ്ഞത് നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്ന, എന്നിട്ട് എന്തേ നന്ദനെ ഹാജരാക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നിൻ്റെ ആളുകളാണ് നന്ദനെ തട്ടിക്കൊണ്ട് പോയേക്കണേ, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എന്തായാലും അധികം വൈകാതെ തന്നെ അത് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ഈ അരുന്ധതിക്കാണെങ്കിൽ ആകെ ഒരു വിഷമാവുന്നുണ്ട്. ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം ഈ അരുന്ധതിക്കും എല്ലാവർക്കും അറിയാലോ, പക്ഷേ ചന്ദ്രോത്തുള്ളവർ ഋഷി മരിച്ചു എന്ന് കരുതിയാണല്ലോ ഇരിക്കണം. ആ ഒരു ഇത് ഓർക്കുമ്പോൾ അരുന്ധതിക്ക് വിഷമാവുന്നുണ്ടെങ്കിലും പിന്നീട് ഋഷിക്ക് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദനെ ആരെങ്കിലും ഒളിപ്പിച്ചേക്കണമെങ്കിൽ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടുകൂടി അരുന്ധതി പറയുന്നുണ്ട്, നന്ദൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്നാൽ നീ പോയി പരിശോധിക്കുമെന്ന് പറയുന്നു പ്രഭാവതി. അന്നേരം അരുന്ധതി, ഞാൻ അതിനു വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത്, നന്ദൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി നന്ദൻ്റെ റൂമിലോട്ട് പോകുന്നു. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ലാണ്ട് പ്രഭാവതി അവിടെ തന്നെ നിൽക്കുമ്പം അരുന്ധതിയുടെ മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട്, നന്ദൻ അങ്ങനെ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ പരിശോധിക്കാനായിട്ട് വരുമ്പം പ്രഭാവതി എതിർക്കേണ്ടതല്ലേ, എന്തായാലും നന്ദൻ ഇവിടെ ഇല്ലായിരിക്കും, ഇസബല്ലയും നന്ദനെ കൊണ്ടുപോയിട്ടില്ല, ഋഷിയും നന്ദനെ കൊണ്ടുപോയിട്ടില്ല, നന്ദന എവിടെയാണ് അവർക്ക് ആർക്കും അറിയില്ല, ഇനി ഇവരൊന്നും അറിയാത്ത മൂന്നാമതൊരു ശത്രു നന്ദൻ ഉണ്ടാവുമോ, ഇല്ലെങ്കിൽ പിന്നെ നന്ദൻ ഇവിടെ കാണണ്ടേ അല്ലേ, എന്തായാലും നന്ദൻ്റെ റൂമും ഈ വീട് ആകെ സെർച്ച് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് അരുന്ധതി ആണെങ്കിൽ നന്ദൻ്റെ റൂമിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് വന്നിട്ടും അവിടെയുള്ള എല്ലാ റൂമിലും അരുന്ധതി കയറി നോക്കുന്നുണ്ടെങ്കിലും അവിടെ നന്ദനെ കാണുന്നില്ല. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ കണ്ടു കിട്ടിയോന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അവനിവിടെ ഇല്ല, നിങ്ങൾ അവനെ വേറെ എവിടെയോ മാറ്റി നിർത്തിയേക്കുവാന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, അതിൻ്റെ ഉത്തരവാദി നീയാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട, എന്തായാലും എൻ്റെ നന്ദന് വേറൊരു ശത്രുക്കളൊന്നുമില്ല, ആകെയുള്ള ശത്രുക്കൾ നിങ്ങൾ മാത്രം, അതുകൊണ്ട് നന്ദനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അരുന്ധതിയാന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല, അന്വേഷണം നടക്കുന്നുണ്ട്, അധികം വൈകാതെ തന്നെ പ്രതികളെ പിടിക്കുമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതി എന്നോട് അഭ്യാസമൊന്നും എടുക്കണ്ട, എന്തായാലും നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടൊരു നാടകം കളിക്കണേ, ആ നാടകം ഞാൻ അധികം വൈകാതെ പൊളിച്ചെടുക്കും, എൻ്റെ മകനെ കൊന്ന നന്ദനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ നിൻ്റെ മകൻ മരിച്ചു എന്ന് നിനക്ക് ഉറപ്പുണ്ടോന്ന്. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ ഒരു ഞെട്ടൽ വരുന്നുണ്ട്. ആ സമയം പ്രഭാവതിക്കും ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഈ ഋഷി മരിച്ച കാര്യം പറയുമ്പം സങ്കടത്തിന് പകരം അരുന്ധതിയിൽ പേടിയാണല്ലോ കാണണേന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഹരിയേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യവും ഈ പ്രഭാവതി ഓർക്കുന്നുണ്ട്. ഋഷി മരിച്ചു എന്ന് പറഞ്ഞപ്പം അരുന്ധതിക്ക് വിഷമോ സങ്കടമോ കരച്ചിലോ ഒന്നും അല്ല വന്നത്, എന്തോ മറയ്ക്കാൻ ശ്രമിക്കണ പോലെയുള്ള ഒരു പേടിയും വെപ്രാളോ അരുന്ധതിയുടെ മുഖത്ത് ഞാൻ കണ്ടതെന്ന് ഹരിയേട്ടൻ പ്രഭാവതിയോട് പറഞ്ഞതും പ്രഭാവതി ഓർക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനിയാണെങ്കിൽ ഗിരീഷിൻ്റെ ഒപ്പം ചന്ദ്രയത്തേക്ക് വരാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങാണ്. ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട്, രജനി ഞാൻ ഇപ്പോഴും കൂടി ഒരു കാര്യം പറയാം, നീ അങ്ങോട്ട് പോകാതിരിക്കണേ നല്ലത്, അഥവാ നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം, പക്ഷെ അവിടെ ചെന്നിട്ട് മേഡമായി കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ മേഡം ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അന്നേരം രജനി പറയുന്നുണ്ട്, അതിന് ഗിരി അമ്മേനെയാണോ കുറ്റം പറയണത്, അത് അവളുടെ കുഴപ്പമല്ലേ, അവൾ എന്ന് വീട്ടിൽ വന്ന് കയറുക അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ കുടുംബത്തെ പ്രശ്നം, അത് തന്നെയാണോ ഇപ്പം നന്ദൻ വലിയൊരു പ്രതിസന്ധിയിലായിട്ടും അവൾ നന്ദൻ്റെ കൂടെ നിൽക്കാതെ അവളുടെ വീട്ടിൽ പോയി താമസിക്കുകയല്ലായിരുന്നോ, അവൾ നന്ദൻ്റെ റൂമിലുണ്ടായിരുന്നെങ്കിൽ നന്ദൻ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, നന്ദൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ ദേവികയെ കുറ്റം പറയണേ, ഇങ്ങനെ അവിടെ ചെന്ന് അമ്മയോടും പറഞ്ഞ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ഗിരി ഞാൻ അമ്മയോടൊന്നും പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കൂല എന്ന് പറയുമ്പോൾ ഗിരീശൻ
പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും അവിടെ സിദ്ധാർത്ഥൻ സാറും ഹരി സാറും കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നീയും പ്രഭാവതി മേഡവും കൂടി ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അന്നേരം രജനി പറയുന്നുണ്ട്, ഞാൻ ഗിരിയോട് പറഞ്ഞില്ലേ ഞാൻ അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കൂല, എന്തായാലും നമുക്ക് പോകാമെന്നും പറഞ്ഞ് രജനിയും ഗിരിയും കൂടെ പോരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതീനെ അരുന്ധതീനെയാണ്. അരുന്ധതിയാണെങ്കിൽ ആകെ സംശയത്തിലാണ്. നന്ദൻ ഇവിടെ എങ്ങുമില്ല. ഇനിയിപ്പം എൻ്റെ മോൻ ജയിലിൽ പോകേണ്ട വരുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാൻ എന്തായാലും ഇപ്പോൾ പോവുക, നിന്നെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും വിചാരിക്കണ്ട. ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന ഇത്. എന്തായാലും നിൻ്റെ മകനെ ഞാൻ വെറുതെ വിടൂല എന്നും പറഞ്ഞ് അരുന്ധതി പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രജനിയും ഗിരീഷിനും വരുന്നത്. രജനിയാണെങ്കിൽ ഈ അരുന്ധതി പറയണത് കേൾക്കണമുണ്ട്. എന്നിട്ട് രജനി വന്നിട്ട് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ നന്ദന എവിടെയാണ്? ആ സമയം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നന്ദൻ എവിടെയാണെന്നോ? നിങ്ങളൊക്കെ കൂടി ചേർന്നല്ലേ നന്ദനെ ഒളിപ്പിച്ച് വെച്ചേക്കണേന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നന്ദനെ ഒളിപ്പിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ മാത്രമേ നന്ദന് ശത്രുക്കളായിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ തന്നെ നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണം. എൻ്റെ നന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ വെറുതെ വിടൂലാന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ മകന് സംഭവിച്ചതിന് കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ, അതിന് നന്ദൻ കുറ്റമേക്കാൻ നിൽക്കുമല്ലായിരുന്നോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അവനെ കടത്തിക്കൊണ്ട് പോയേ? എന്തായാലും ഞങ്ങളുടെ നന്ദന് ഒരാപത്തും വരാതെ തിരിച്ച് തന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ ആരാന്ന് നിങ്ങൾ അറിയൂന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, നീ ആരായ എനിക്കെന്താ, എനിക്കതൊന്നും വിഷയമല്ല, നിൻ്റെ അമ്മയെ പോലും എനിക്ക് പേടിയില്ല, പിന്നെയാണ് നിന്നെ പേടിക്കണം, നീ ഒന്ന് പോടിയെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി പോകാനിറങ്ങുമ്പം ഗിരീഷിനെ കാണുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ചേർന്ന് എത്ര വലിയ നാടകം നടത്തിയാലും ഞാനത് പൊളിച്ചെടുക്കും. എന്തായാലും നന്ദനെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കണതാ, നന്ദനെ നിങ്ങൾ തന്നെ എവിടെയോ മാറ്റി പാർപ്പിച്ചേക്കണതാ, അധികം വൈകാതെ ഞങ്ങളത് കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മേഡം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളോടും പറ, ഞങ്ങളും നന്ദനെ തേടി നടക്കുമെന്ന് പറയുമ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ കളിയാക്കണമെന്ന് ചോദിക്കുമ്പോൾ, അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ, ഇവിടെ നന്ദനെ കാണാണ്ട് ആകെ ടെൻഷനില്ല, പ്രഭാവതി മേഡവും സിദ്ധാർത്ഥൻ സാറും ദേവിക എല്ലാവരും. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഓരോന്നും പറഞ്ഞ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണേ എന്തിനാ? ഇതിനു മുമ്പ് ഹരിസാർ അവിടെ വന്നിട്ട് പോന്നിട്ട് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ശരിക്കും നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. കാരണം ഇന്ന് ഹരിസാർ അവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ നന്ദന ഋഷിനെ കൊന്നതെന്നും പിറ്റേ ദിവസം നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുമെന്നും. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തില്ല? മകനോട് സ്നേഹമുള്ള അമ്മയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി നന്ദനെതിരെ കേസ് കൊടുക്കൂലേ? അപ്പം തന്നെ പോലീസ് വന്ന് നന്ദനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അരുന്ധതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഗിരീഷൻ പറയുന്നുണ്ട്, ഹരിസാർ വന്ന് കൃത്യമായ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ ഇത് പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ അന്ന് കേസ് കൊടുക്കാണ്ടിരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളാ നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേന്ന്. ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ ഈ ഗിരീഷിനോട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. വീണ്ടും വരുന്നത്, നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ പ്രതിയാക്കണമെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ചേർന്ന് പ്രതിയാക്കണമെന്നല്ല, നിലവിലിപ്പോൾ മേഡം തന്നെയാണ് പ്രതി, എന്തായാലും മേഡത്തിൻ്റെ കൂടെ നിൽക്കണവരും മേഡം ഒക്കെ അകത്ത് പോകാനുള്ള വഴിയുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ മകൻ നഷ്ടപ്പെട്ട വേദനയിലാണ് ഞാൻ നിൽക്കണേ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്നെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഈ ഗിരീഷൻ പറയുന്നുണ്ട്, അന്ന് ഹരിസാർ അവിടെ വന്ന് ഋഷി മരിച്ചു എന്ന് പറഞ്ഞപ്പോഴൊന്നും മേഡത്തിന് ഈ സങ്കടവും വിഷമവും ഉണ്ടായില്ലല്ലോ, അപ്പം മേഡത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന പാവം പേടി മാത്രമാണ് ഹരിസാർ പറഞ്ഞത്. അതിനുശേഷം മേഡം ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുമ്പോൾ മേഡത്തിൻ്റെ മുഖത്ത് നല്ല സങ്കടമൊക്കെ കാണുന്നുണ്ട്, അത് മേഡത്തിൻ്റെ അഭിനയമാണെന്ന് ഞാൻ പറഞ്ഞാൽ മേഡം അതിനെ എതിർക്കുമെന്ന് ചോദിക്കണു. അത് കേട്ടത് അരുന്ധതിക്കാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിന്ന് മനസ്സിലാവുന്നുണ്ട്. അരുന്ധതി അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകാനിറങ്ങുമ്പം ദേവിക അങ്ങോട്ട് വരുന്നുണ്ട്. ദേവിക അരുന്ധതിനെ കണ്ടതും മേഡം എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പം, അതോ നിനക്കറിയില്ലേ ഞാൻ എൻ്റെ മകൻ്റെ കൊലയാളീനെ അന്വേഷിച്ച് വന്നതാന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, മേഡം അറിഞ്ഞില്ലേ നന്ദനെ കാണാനില്ല, ഇന്നലെ മുതൽ ഞങ്ങൾ നന്ദനെ അന്വേഷിക്കുന്ന അതിനെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ അരുന്ധതി പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ അവിടെ ഒളിപ്പിച്ച് നിർത്തിയേക്കണേ. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഇല്ല മേഡം, അധികം വൈകാതെ തന്നെ നന്ദുവിനെ കണ്ടുപിടിക്കും, അതിന് ഞാൻ വേറൊരു ടീമിനെ അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ വീണ്ടും പേടിയാവുന്നുണ്ട്. ഇത്രയും ദിവസം DYSP കുരുവിള അന്വേഷിക്കുന്നത് കൊണ്ട് അരുന്ധതിക്ക് ആ വക പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വേറൊരു ടീമിനെ അന്വേഷണം ഏൽപ്പിക്കാമെന്ന് കേട്ടതും അരുന്ധതിയുടെ മുഖഭാവം മാറുന്നുണ്ട്. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മേഡം, വേറൊരു ടീമിനെ അന്വേഷണം ഏൽപ്പിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ മേഡത്തിൻ്റെ മുഖത്തൊരു പേടി കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ പേടിക്കണം, അന്വേഷണം ആരെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് നന്ദന സ്റ്റേഷനിൽ ഹാജരാക്കണം. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഞങ്ങൾ അതിന് തന്നെയാണ് നിൽക്കണേ, എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി, അതിൻ്റെ പിന്നിൽ മേഡാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, എന്തർത്ഥത്തിലാണ് നീ എന്നെ സംശയിക്കണേന്ന് ചോദിക്കുമ്പം നന്ദുവിന് വേറെ ശത്രുക്കളൊന്നുമില്ല, ആകെ ഇപ്പോൾ ശത്രു എന്ന് പറയാനുള്ളത് മേഡം മാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയിച്ചതെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ മകനെ കൊന്നിട്ട് വീണ്ടും എന്നെ പ്രതിയാക്കണമെന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, ആരെയും പ്രതിയാക്കണമെന്നില്ല, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പുതിയ അന്വേഷണ ടീം നന്ദുവിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമെന്ന്. അത് കേട്ടതും അരുന്ധതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്.
പിന്നീട് അരുന്ധതി ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടാൻ പോണില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് കാറിലേക്ക് കയറുന്നുണ്ട്. കാറിൽ കയറിയിരുന്നതും അരുന്ധതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കുരുവിളേനെ ഒഴിവാക്കി വേറെ ഏതെങ്കിലും ആളെ അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കള്ളത്തരമൊക്കെ പൊളിയും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ഋഷിയോട് അന്നേ പറഞ്ഞതാ എല്ലാം തുറന്നു പറഞ്ഞ് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിയാന്ന്. അപ്പോൾ അവൻ കേട്ടില്ല. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എത്രയും പെട്ടെന്ന് ഈ വിവരം ഋഷീനെ ഇസബല്ലേനെയൊക്കെ അറിയിക്കണമെന്നും പറഞ്ഞ് അരുന്ധതി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി വീട്ടിൽ വന്നതും ഋഷിയെ വിളിച്ചിട്ട് ഈ അന്വേഷണ ചുമതല DYSPനെ മാത്രമല്ല ഏൽപ്പിച്ചേക്കണേ, അവർ വേറെ ഏതോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഋഷിയോട് പറഞ്ഞതും ഋഷി പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കും അമ്മേ? ഇപ്പം നിലവിൽ ഇസബല്ലയുടെ പാപ്പനെയല്ലേ അന്വേഷണം ഏൽപ്പിച്ചേക്കണേന്ന് ചോദിക്കുമ്പം അയാളുടെ അന്വേഷണത്തിൽ അവർക്ക് വലിയ തൃപ്തിയൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും അവർ വേറെ അന്വേഷണ ടീമിനെ അന്വേഷണം ഏൽപ്പിച്ചേക്കണേ. അതങ്ങനെ ശരിയാവും, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പം അവർ MLA അല്ലേ, MLA തീരുമാനിച്ചാൽ എന്താ ഇവിടെ നടക്കാൻ പാടില്ലാത്തത്? അതുമാത്രമല്ല ഇതിപ്പോൾ കുരുവിളനെ ബാധിക്കുന്ന കാര്യമല്ല. എന്തായാലും വേറെ അന്വേഷണ ടീം വന്നിട്ടുണ്ടെങ്കിൽ നീയും ഇസബല്ലയൊക്കെ കുടുങ്ങൂട്ടോ. അതുകൊണ്ട് ഞാൻ ഇനിയും പറയാം, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ തന്നെ ദേവികയോട് പറയാമെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, വേണ്ടമ്മേ, അമ്മ അതിന് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ ദേവിനോട് പറയുന്നുണ്ട്, അരുന്ധതി മേഡം പോയിട്ട് ചന്ദ്രോത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ആവോ, മേഡത്തിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട്. അരുന്ധതി ഫോൺ എടുത്തതും എന്താ ഇസബല്ല എന്ന് ചോദിക്കുമ്പം, അല്ല മേഡം പോയില്ലേ, പോയിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പം, എന്തായാലും നിങ്ങളെല്ലാവരും ജയിലിലേക്ക് പോകാൻ റെഡിയായി നിന്നോ എന്ന് പറയണം. ആ സമയത്ത് ഇസബല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ, അത് വേറെ ഒന്നുമല്ല, നീ പറഞ്ഞുകൊണ്ടിരുന്നത് നിൻ്റെ പാപ്പനെ അന്വേഷണം ഏറ്റേക്കണേന്നല്ലേ, പക്ഷേ നിൻ്റെ പാപ്പനെ കൂടാതെ വേറൊരു ടീമിനെയും കൂടി ദേവിക അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഇസബല്ല പറയുന്നുണ്ട്, അതെന്തിനാണ് 2 ടീം അന്വേഷിക്കണേന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ പാപ്പനെ ദേവികയ്ക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ദേവിക വേറെ ആളുകളെ ഏൽപ്പിച്ചേക്കണേ. എന്തായാലും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ഇനി കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഒതുങ്ങൂല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത്രയും പ്രശ്നം കുറഞ്ഞിരിക്കും എന്ന് പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, മേഡം എന്തൊക്കെയായി പറയണത്, സത്യങ്ങൾ തുറന്നു പറയാനോ? അതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പം, എന്നാൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. എന്തായാലും പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീയും കെവിനും പെടും. ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, കെവിനോട് പ്രഭാവതിയോട് സത്യങ്ങൾ പറയാൻ പറയാമെന്ന്. അന്നേരം ഇസബല്ല ചോദിക്കുന്നുണ്ട്, മേഡം അവിടെ ചെന്നിട്ട് നന്ദനെ കണ്ടോ എന്ന് ചോദിക്കുമ്പം, അതെങ്ങനെ കാണാനാ, നന്ദൻ അവിടെ ഇല്ല. നന്ദന് നിങ്ങൾ കൂടാതെ മൂന്നാമതൊരു ശത്രു ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, നന്ദൻ അങ്ങനെ ശത്രുക്കളൊന്നുമില്ല, അവനങ്ങനെ ആരുമായിട്ട് വഴക്കിന് പോകുന്നവനൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട്, എന്നാൽ നന്ദന് നിങ്ങളറിയാത്ത മൂന്നാമതൊരു ശത്രുവുണ്ട്, അയാളാണ് നന്ദനെ കടത്തിക്കൊണ്ട് പോയേക്കണേ. ഇനിയിപ്പോൾ അവർ മാറ്റി താമസിപ്പിച്ചേക്കണേ ആണോ എന്ന് ചോദിക്കുമ്പം, ഒരിക്കലും അല്ല, പ്രഭാവതിയുടെ മുഖത്തെ വേദനയും സങ്കടവും ഞാൻ കണ്ടതാ. പ്രഭാവതി ആണെങ്കിൽ ആകെ സമനില തെറ്റിയ രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി, ഇനി കൂടുതൽ രൂക്ഷമാവാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞോളാം. ആ സമയത്ത് ഇസബല്ല ആണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കെവിൻ ചോദിക്കുന്നുണ്ട്, എന്താ ബെല്ല, അരുന്ധതി മേഡം എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, മേഡം അവിടെ ചെന്നിട്ട് നന്ദനെ കണ്ടോന്നുമില്ല, പക്ഷേ ചന്ദ്രോത്തുള്ളവർ പറയണത് സത്യമാണെന്നാണ് മേഡം പറയണത്, നന്ദനെ കാണാനില്ല എന്നുള്ളത്. പ്രഭാവതി മേഡം ഒക്കെ ഭയങ്കര സങ്കടത്തിലാണെന്ന് തന്നെയാണ് മേഡം പറഞ്ഞതെന്ന്. അന്നേരം കെവിൻ പറയുന്നുണ്ട്, ഇസബല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ വന്നത്, പാപ്പൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പന്ത് വേറെ ആരുടെയോ കോർട്ടിലാണ്, അവരുദ്ദേശിക്കുന്ന പോലെ അതിന് കളി മുന്നോട്ട് പോകണേ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, എങ്ങോട്ട് രക്ഷപ്പെടണ കാര്യം കെവിൻ നീ പറയണേന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് പാപ്പൻ പറഞ്ഞില്ലേ US പോയിക്കോളാൻ, അതുപോലെ തന്നെ ഞാനും പോയിക്കോളാം എന്ന് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട്, ഇല്ല, ആരൊക്കെ പറഞ്ഞാലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവിടുന്ന് പോകില്ല, ഞാൻ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പോകുള്ളൂ, നിനക്ക് പറ്റുമെങ്കിൽ നീ എൻ്റെ കൂടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നീ പോയിക്കോ എന്ന് പറയുന്നു. അത് കേട്ടതും കെവിനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇസബല്ലയുടെയും കെവിൻ്റെയും കള്ളത്തരം ഹരിസാറ് തന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹരിസാറ് തന്നെയാണ് നമ്മളുടെ നന്ദനെ മാറ്റി താമസിപ്പിച്ചേക്കുന്നത്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.